Guys, ഇന്നത്തെ വീഡിയോയിൽ ഗസ് ദ ഇൻഗ്രീഡിയൻസ് ചാലഞ്ച്. ബ്രോ വെക്കേ. Okay guys, so after a long time ജക്ടർ നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കുറെ മിസ്റ്റേക്സും കാര്യം ഉണ്ടാവും. നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പഠിപ്പിച്ചു വരുന്നേ ഉള്ളൂ guys. പുതിയ സ്റ്റുഡന്റ് ആണ്. ക്യാമറ ഓൺ ആക്കാൻ മുമ്പ് ക്ലാസ് ഉണ്ടായിരുന്നു. അതെ ഇന്നത് ഇങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഗായ്സ്, സോ പുതിയ സ്റ്റുഡന്റ് ആണ്, പേര് ജക്ടർ മൈം. ജക്ടർ മാത്രമേ ഉള്ളൂ, മൈം ഇക്കാടെ കോപ്പി ജക്ടർ മതി. ജക്ടർ പറഞ്ഞിട്ടാ കൂടി കഥ നാം പറയുന്നില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചാലഞ്ച് ഗസ് ദ ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇവിടെ ക്രൂ നമുക്ക് വേണ്ടി കുറെ ഫുഡ് ഐറ്റംസിന്റെ പേര് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. തരൂല. സോ ഫുഡ് ഐറ്റത്തിന്റെ തരൂല. ഫുഡ് ഐറ്റത്തിന്റെ പേര് പറയും. ആ ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ പറയലല്ല, എഴുതലാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാലും എഴുതാണ് വേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എഴുതാൻ വേണ്ടി പേനും പേപ്പറും ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബ്രോ കുക്കല്ലായിരുന്നോ? ബ്രോ കുക്കല്ലായിരുന്ന? പ്രൊഫഷണൽ ആയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ. എവിടെയായിരുന്നു? തട്ടുകടയിലാ? അത് എക്സ്ലൂസീസ് ഹോട്ടലിലൊക്കെ പേര് അങ്ങനെയാണ്. ബ്രോ നോക്കലല്ലോ, കേറിയിട്ടില്ലല്ലോ. ആവശ്യമില്ല, നമ്മള് പിന്നെ കുക്കാണ്. പിന്നെ കുക്ക് ചെയ്യുന്നതിന് മറ്റേ പാത്രം കഴിയുന്നതാണ്. ബ്രോ നമ്മള് അവസരം കൊടുത്ത തള്ളിയൊക്കെ മറിച്ചോളാം ഗൈസ്. അപ്പൊ എന്തായാലും ഓരോ ഫുഡ് ഐറ്റത്തിന്റെ പേര് പറയും. സോ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും റെഡി അല്ലേ? അപ്പൊ എന്തായാലും KMC കൊമൻ ഉണ്ട്, റാഷിക് ഡി ഉണ്ട് ആൻഡ് ജക്ടർ ഉണ്ട്. ഗൈസ്, 3 പേരാണ് മത്സരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, സോ മാക്സിമം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? പേനും പേപ്പറും എടുത്തോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എഴുതാൻ പേനയും പേപ്പറും പേനയും എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നമ്പർ എഴുതുക, നേരെ എഴുതുക, എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആരാണ് നല്ല ഫുഡുമായി അറിയുന്ന ആള്, ഈ നോളേജ് ഉള്ള ആരാന്ന് അറിയും. ഓക്കെ, സോ എനിക്ക് എന്തായാലും വലിയ ഐഡിയ ഇല്ല, നല്ല കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, പിന്നെ ഷെഫ് ആയതുകൊണ്ട് പിന്നെ സീനില്ല. ഷെഫാ? എന്ത് ഷെഫ്? അതെ, ആദ്യം പറഞ്ഞാൽ എനിക്ക് ഒരു കുക്ക് ആവണമെന്നുണ്ട്. ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇവരൊന്നും അറിയില്ല. ഞാൻ മുട്ട പൊരിക്കും, പപ്പടം പിറക്കും, പൊരിക്കാനോ? പപ്പടം പൊരിക്കാനോ? പപ്പടം ചുടുക ചെയ്യാ. അന്ന് നീ ചുട്ടെടുക്ക, പറക്കുകയും പൊരിക്കും ഒന്ന് തന്നെ. അപ്പൊ ഈ 3 പേരാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കെടുക്കണ്ടല്ലോ. അറിവ് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ ഫുഡ് ഐറ്റം തന്നെ നമുക്ക് നോക്കാം. ഉണ്ണിയപ്പം ഗായ്സ്. ഓക്കെ, ഫസ്റ്റ് ഉണ്ണിയപ്പമാണ്. 2 മിനിറ്റ് സമയമുള്ളൂ, 2 മിനിറ്റ് എഴുതണം കേട്ടോ. ഓക്കെ, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് എഴുതുക. എത്രത്തോളം ശരിയാക്കുന്ന അത്രത്തോളം മാർക്ക് കിട്ടും. ഓക്കെ, അത് ഈ എണ്ണയൊക്കെ എഴുതാൻ പറ്റില്ലല്ലോ. എണ്ണ ഇൻഗ്രീഡിയൻസിൽ എണ്ണ എഴുതാൻ പറ്റുമോ? ഉണ്ണിയപ്പം എന്തുവാ? അയ്യോ, അതിടുവോ? ഉണ്ണിയപ്പം പറയുമ്പോ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത് ബ്രോ? പൊടിയൊന്ന് മനസ്സിലാവണില്ല അല്ലെ? ഇല്ല, അതൊരു കൺഫ്യൂഷൻ. എന്തായാലും മഞ്ഞപ്പൊടി പറയുന്നതല്ലേ, അത് പൊട്ടത്തര കഴിയും. ഇടത് എന്ത് വെച്ചിട്ടുണ്ടാക്കണത് അറിയാത്ത. തെറ്റുത്തര എഴുതാൻ പാടില്ല. തെറ്റുത്തര എഴുതിയാലും മൈനസ് ഇട്ട് ഗൈസ്, അതുകൊണ്ടാണ് കറക്റ്റ് ഇവിടെ പറഞ്ഞത് കറക്റ്റ് ആണോ? മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി അതിന്റെ പേരറിയത്തില്ലേ? ശരി, ഉണ്ണിയപ്പം ഏത് മാവ് വെച്ചിട്ടുണ്ടാക്കുന്നത്? അതറിയില്ല അല്ലേ? ഇല്ല, മൈദ. മൈദ്യ കഴിഞ്ഞാ ബ്രോ, ഇനി എഴുതാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, സോ നമുക്ക് ഗൈസ് നോക്കാം. കൊമ്പം തന്നെ തുടങ്ങിക്കോ. എന്തൊക്കെ എഴുതി? ഷുഗർ. ഷുഗർ ഷുഗർ മധുരം വേണ്ടേ? പിന്നെ ഷുഗർ ഇടുവോ? ഉണ്ണിയപ്പത്തിന് പഞ്ചസാരയാ? ഉണ്ണിയപ്പത്തിലും പഞ്ചാര ഇടില്ലേ? അത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ പണി മുക്കി തിന്ന പണി പഞ്ചാര എടുത്ത അല്ലേ? മധുരം പറഞ്ഞത് വേറൊരു ഫ്ലേവർ. ഓയില്, അരിപ്പൊടി. അരിപ്പൊടിയാ? അരിപ്പൊടി ഉണ്ടാക്കുന്ന കോക്കനട്ട്, തേങ്ങ. 12 എഴുതിയുള്ളൂ. 3. അപ്പൊ 3-ല് ഒരെണ്ണം പോയി. അപ്പൊ 2. അരിപ്പൊടി കൂടെ ഉണ്ടാക്കല്ലേ? അരിപ്പൊടി ഇതില്ല. സോ ഫസ്റ്റ് ഓയില്, തേങ്ങ, ജീരകം, ഉപ്പ്. ഉപ്പാ? ഉപ്പിടില്ലേ? ഉപ്പാ? തേങ്ങ. തേങ്ങ ഉണ്ട്. ജീരകല്ലേ? ജീരകമൊന്നുമില്ല. ഞാൻ എഴുതിയിട്ടുണ്ട് ജീരകം. പക്ഷെ വേറൊരു കേസുണ്ട്, ഇത് നമ്മൾ ഗൂഗിൾ അമ്മച്ച് പറയുന്നത് കേൾക്കുള്ളൂ. ഗൂഗിൾ അമ്മച്ചില്ല.
ജീരകം ഉണ്ടാവുന്നുണ്ട്. ആ ഇതെന്താ? അങ്ങനെയാണെങ്കിൽ നമ്മള് പഞ്ചസാര ഇടും. എന്ത്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മധുരം കൂടാണ്ട് പഞ്ചസാര ഇടും. മധുരം കൂടേണ്ട ആവശ്യമില്ല, ഓൾറെഡി മധുരം ഉണ്ട്. അതാ പറഞ്ഞത് ഗൂഗിൾ അമ്മയ്ക്ക് പറഞ്ഞ നമുക്കിപ്പോ കേൾക്കാൻ പറ്റുമോ? ഇത് പൗളല്ലേ, നമ്മളവിടെ ജീരകം ഇടും. വെറും തെറ്റാട്ടാ. ഗൂഗിൾ പറയുന്ന അതെന്താണോ അത് പൂജ്യം. അല്ല ജീരകം ഉണ്ട്. ശരിക്കും ജീരകം ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഇല്ല, ജീരകമില്ല. നമ്മളവിടെ പിന്നെ പഞ്ചസാര ആയിരിക്കും. പൊളാ പൊട്ടാർന്ന് ഓയില് പഞ്ചസാര എന്നെ കൊണ്ട് വിട്ടിച്ചില്ല. മൈദയോ? ഓയില് കോക്കനട്ട് മൈദ വെച്ചും ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടോ മൈദ ഉണ്ടോ ഗൂഗിളില്? മൈദ വെച്ച് ബ്രോ ഗൂഗിളിലുള്ളത്ര പഞ്ചസാര വെട്ടിക്കോ. പഴം പഴമുണ്ട്. അരിപ്പൊടി വെച്ചുണ്ടാക്കാം. പിന്നെ ചിലവർ ഗോതമ്പ് വെച്ചുണ്ടാക്കാം. അല്ല അതൊക്കെ ശരിയാ, കഥ പിന്നെ പറയാം. ഗൂഗിളിൽ എന്തൊക്കെ ഉള്ളത്? ഓയില് കോക്കനട്ട് പഴം. ഓക്കെ, ജീരകം വെട്ടി മൈദയും വെട്ടി. അപ്പൊ ഒരു മാർക്ക്. ഗൂഗിൾ ശരിയാക്കി ഒരു മാർക്ക്. അവസ്ഥ ആലോചിച്ചോക്കാണ്. ഇതാണ് വിഷയം ഗൈസ്. അപ്പൊ ഇത് നമുക്ക് ഗൂഗിൾ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും എന്ത് ഫുഡ് ഐറ്റംസിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഗൂഗിൾ ഇതിന് പോയിന്റ് ഇടണം. നമുക്ക് ഗൂഗിൾ നോക്കി ഗൂഗിൾ അമ്മച്ച് എന്ത് പറയണം അതിനെ പോയിന്റ് ഇടാൻ പറ്റുള്ളൂ. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞപ്പോ കളി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അങ്ങനെയായിരിക്കും കളി മുന്നോട്ട് പോകുന്നത്. അരി, ശർക്കര, വാഴപ്പഴം. ശർക്കര ആയിരുന്നല്ലേ? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ശർക്കരയാണോ. അരി, ശർക്കര, വാഴപ്പഴം, വറുത്ത തേങ്ങ, വറുത്ത എണ്ണ, നെയ്യ്. വറുത്ത എണ്ണ, നെയ്യ്. നെയ്യുണ്ടല്ലേ? പിന്നെ ഏലക്കാപ്പൊടിയാ. ഏലക്കാപ്പൊടി. കൂടെ കുറച്ച് ജീരം കൂടി ഇടും. അതെ, നമ്മളവിടെ ഏലക്കാപ്പൊടിയാണോ ഉദ്ദേശിച്ച ജീരകത്തിന്? അല്ലല്ല ജീരകം മറ്റു ജീരകം ഞാൻ ഇതുവരെ ഇതിലൊന്നും ഇട്ട് കണ്ടല്ലോ. ജീരകം, പെരിഞ്ജീരകം ഉണ്ട്, നോർമൽ ജീരകം ഉണ്ട്, കാട്ടുജീരകം ഉണ്ട്. കടീലുണ്ട്. ജീരകം എന്തിലുണ്ടാവുന്ന ജീരകോ? ജീരകം ചെടിയില്. ചെടിയില് ജീരക ചെടിയില്. ഓക്കെ ഓക്കെ ഗ്യാസ് വന്നാലും അടുത്ത ഐറ്റം ബിരിയാണി. ഞാൻ മറന്നുപോയിട്ട് എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി ആണോ? ബിരിയാണി അരി മാത്രം. അത് മാത്രം ഉണ്ടല്ലേ? ചിക്കൻ രീതിയില്ലേ? ചിക്കൻ വെട്ടിക്കോ. ഇന്ന് ഇത്തട ബിരിയാണിയാണ് കഴിച്ച് നമ്മൾ കഴിച്ചത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ആലോചിക്കുന്നത്. മസാല പൗഡർ എന്തുവാ വേണ്ട ബ്രോ. എനിക്ക് കിട്ടുന്നില്ലല്ലോ. പാത്രമൊക്കെ ഇതാൻ പറ്റുമോ? അറിയില്ല, വീട്ടിലുണ്ടാക്കുമ്പോഴേ ഇതൊക്കെ നോക്കണം. വെള്ളം നേരത്തെ വന്ന് കേറും. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഞാൻ എഴുതിയത് വായിക്കാം. സെക്കൻഡ്. ഓക്കെ, ഒന്നാമത് ബിരിയാണി അരി. അത് സെപ്പറേറ്റ് പറയണം. എന്ത് ബസുമതി? ബിരിയാണി അരി. എടാ, ബിരിയാണി അരിയാണെങ്കിൽ അരി ഏതാന്ന് പറഞ്ഞാൽ മതിയോ? ബസുമതിനെ തന്നെ പറയണം. ബസുമതി വെച്ചിട്ട് മാത്രം ബിരിയാണി ഉണ്ടാക്കുക, നോർമൽ ബിരിയാണിയാ? എന്താ ബിരിയാണി? ബിരിയാണി അരി എന്ന് പറഞ്ഞ അരിയില്ല. അരിയില്ലേ? ബിരിയാണി അരി എന്ന് പറഞ്ഞ അരിയില്ല. നോർമൽ അരി ഉപയോഗിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാതും അതുപോലെ എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എല്ലാതും അതുപോലെ എഴുതേണ്ടി വരും. സൂക്ഷിച്ച് പറഞ്ഞോ. ഓക്കെ, ഓക്കെ, ശരി, ഓക്കെ, ഓക്കെ, മൈനസ് ഇടാം. ഓക്കെ, നെയ്യ്, വലിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, സവാള, അതന്നെ വലിയ ഉള്ളി. നമ്മളോട് വെളുത്തുള്ളി, വെളുത്തുള്ളി ഇല്ല. വെളുത്തുള്ളി ഉണ്ട്. പച്ചമുളകില്ല. പച്ചമുളക് എടാ മുന്നേ ഒരു കാര്യം പറ്റേ, അതിലുള്ള മസാലയിൽ മിക്സ് ആക്കും പച്ചമുളകും. ഒരു മസാല മിക്സ്. ഏത് മസാല? ബ്രോ, പാലക്കാട് ബിരിയാണി അല്ലല്ല, നമ്മളെ പാലക്കാട് ബിരിയാണി അല്ല, നമ്മള് ഗൂഗിൾ ബിരിയാണി നോക്കുന്നത്. അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഓക്കെ, മല്ലിയില, പട്ടഗ്രാമ്പു. അതെന്താ? എടാ മറ്റേ ഒരു കറുകപ്പട്ടയാണോ പറയണേ? നമ്മളോട് പട്ടഗ്രാമ്പ് എന്ന് പറയാം. ഏലക്ക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഉണ്ടോ? മുളക് പൊടി ഇല്ലേ? ഉപ്പില്ലേ?
പിന്നെ ഉപ്പ്. ആ ഡാൽഡ ഉണ്ടോ? ഡാൽഡ അതല്ല ഈ നെയ്യ്. ഡാൽഡ എണ്ണയല്ലേ? ഡാൽഡ വേറെ സാധനം, നെയ്യ് അല്ലാതെ വേറെ സാധനം ഡാൽഡ എന്ന് പറഞ്ഞിട്ട്. ബ്രാൻഡിന്റെ പേരല്ലേ? അത് ബ്രാൻഡിന്റെ പേര് ഡാൽഡ. അത് വേറെ സാധനം, നീ വേണം സെർച്ച് ചെയ്ത് നോക്കി. ഡാൽഡ നെയ്യ് പോലെ ഇരിക്കുന്ന വേറെ സാധനം, പക്ഷെ കണ്ടിട്ട് വേറെ taste ആ. മഞ്ഞ കളർ. നല്ല കളർ തന്നെയാണ്, പക്ഷെ ഡാൽഡ അത് കേട്ടിട്ട് അതോടെ ലിസ്റ്റില്ലാത്ത പിന്നെ നെയ്യ് എന്തിനാ എഴുതി വെച്ചാണ് അവിടെ? നെയ്യ് വേറെ അല്ലാണ്ട് ആ പിന്നെ ടേസ്റ്റ് അയ്യടി നെയ്യൊന്നും എഴുതി എന്നിട്ട് അതിന്റെ ബ്രാൻഡിന്റെ പേര് എഴുതി വെച്ചാണ്. നോക്കട്ടെ ബ്രാൻഡിന്റെ പേര് ആണോ? ഡാൽഡ ലിസ്റ്റിലുണ്ടോ? ഇല്ല. വെട്ടി. ആ വെട്ട് ഇതൊക്കെ ശരിയല്ലേ? ഇതൊക്കെ എല്ലാ ശരിയല്ലേ? സാധനം നമ്മൾ പറയും. 9 പോയിന്റ്. ബസുമതി അരി, ബസമതി കാഷ്യൂ, ബദാം. ബദാമോ? ബദാം ഉണ്ട്. ആ ലിസ്റ്റിലുണ്ടോ? ബദാമിന്റെ അകത്തില്ല. ആ വെട്ടിയോ മോനെ, ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഇവിടെ വെട്ടലാണ്. സവാള, സവാള, കരയാമ്പൂ. കരിയാമ്പോ സാധനം കരയാമ്പൂ മറ്റേ ഇല പോലെ ഇരിക്കുന്നതാണോ? ഗ്രാമ്പു ആണ്. ഗ്രാമ്പു. ഞങ്ങളുടെ കരയാമ്പൂ. കറുവപ്പട്ട, കുരുമുളക്. കുരുമുളകില്ലേ? ഉണ്ട് ഞാൻ കുരുമുളക് ചെയ്തില്ലല്ലേ? വേപ്പില. വേപ്പില. എന്താ വേപ്പിലേ? വേപ്പില. വേപ്പില എന്തിനാ? വേപ്പിന്റെ ഇല. വേപ്പിന്റെ ബിരിയാണി. വേപ്പില വേപ്പിന്റെ ഇല ഇടും. ബിരിയാണിക്കില്ല. അത് മറ്റേ ചിക്കൻ ബോക്സ് വരുമ്പോഴത്തേക്കും കിടക്കില്ലടാ മറ്റേ വേപ്പില ഇട്ടിട്ട്. അല്ല വേപ്പിലിടും, അതിന്റെ ഒരു ഫ്ലേവർ. ലിസ്റ്റിലുണ്ടോ? 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 ആ വേപ്പില. വേപ്പില രണ്ട് വട്ടെ രണ്ട് വട്ടെ അല്ല, അത് മറ്റേ മല്ലിയില ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മറ്റേ ഇല ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, മല്ലിയില. വെളിച്ചെണ്ണ. അപ്പൊ ഇവിടെ ഒരു നീതിയില്ലേ? ഇല്ല വെളിച്ചെണ്ണ, കടുക്, മുന്തിരി. കടുകുണ്ടോ? വെളിച്ചെണ്ണ ഉണ്ടോ? കടുകുണ്ടോ? വെളിച്ചെണ്ണ. ലിസ്റ്റിലുണ്ടോക്കട്ടെ ബ്രോടെ നിക്ക്, ലിസ്റ്റിലുണ്ടോക്കട്ടെ. ബിരിയാണി കഴിക്കുമ്പോ നമ്മള് കടുക്. പിന്നെ കടുകില്ല. കടുകില്ല. മറ്റു കടുകൊന്നുമില്ല. എന്താ മോന്തിരിയോ? മുന്തിരി 5. 5. നിനക്ക് ഇനി ആദ്യമേ ഒരു മൈനസ്. റൈസ് വെട്ടണോ? വെറും റൈസ് അല്ല, ബിരിയാണി റൈസ് ആയിരുന്നു, അത് വെട്ടി. പോട്ടെ, ഫ്ലേവേഴ്സോ? എന്ത് ഫ്ലേവേഴ്സ്? പൈനാപ്പിൾ ഫ്ലേവർ ഒഴിക്കും. അതുണ്ടോ നോക്ക്. ഫ്ലേവർ അതില്ല, വെട്ടിക്ക. എന്താ നമ്മളവിടെ പൈനാപ്പിളിന്റെ ഫ്ലേവർ. നമ്മുടെ ഇവിടെ പറയണ്ടെന്നാണ് അവിടുന്ന് പറഞ്ഞത്. അതിന് ഞാൻ പറഞ്ഞത്. ഓയില്. ഓയില് ചെറിയ കുപ്പിയിലുള്ള ഓയില്. ഒന്ന് കാഷ്യൂനട്ട്, പൈനാപ്പിള്. പൈനാപ്പിൾ ഉണ്ടോ? പിന്നെ ലിസ്റ്റിലുണ്ടോ? ഇല്ല. ആ വെട്ട്. ലിസ്റ്റിലില്ലേ? ലിസ്റ്റിലില്ല. ഒന്നുകൂടെ തപ്പി വെക്കാം. ഇല്ല, ഒന്നുകൂടെ തപ്പിയാലും കിട്ടൂല. അതൊക്കെ അത്ര കറുകപ്പട്ട, സവാള, സലാവേ സവാള. 1 2 3 4 1 2 3 വെട്ടുക. അപ്പൊ ഒന്നുണ്ടല്ലോ. അജിനോമോട്ടോയോ? അതിനോട്ട് അതൊക്കെ അതൊന്നും ഏതാളും ബുദ്ധിയില്ല. 5 അജിനോമോട്ടോ ഉണ്ടോ ലിസ്റ്റില്? 5 6 2 3 9. എന്താ പറയാ, എത്ര ഐറ്റംസ് എഴുതിന്നറിയാം. ശരിക്കും ഒരു ബിരിയാണികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാ. അപ്പോ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത ഞാനൊരു കാര്യം പറഞ്ഞു റാഷി ടി വി, നീ വല്ല ഇതിനും പോക്കോ, വെക്കാനും പോക്കോ. ബിരിയാണിക്ക് സാധനം വീട്ടിൽ സാധനം വാങ്ങുമ്പോൾ എനിക്കറിയാലോ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. സാധനം എഴുതുന്നത് ഞാൻ തന്നെ. ചെമ്പൊട്ടിക്കുമ്പോ ചെമ്പൊട്ടിക്കുമ്പോ മറ്റേ പൂച്ച വരത്തില്ലേ? അത് ഫാദർ, അത് സംഭവിച്ചു. നിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത ഫുഡ് ആയിട്ട് നോക്കാം. നോർമൽ കേക്ക് മാത്രം. കേക്ക് മാത്രം. മറ്റേ പുഡിംഗ് കേക്ക് ആണോ സാധാ? സാധാ കേക്ക്. ഈ ക്രീം കേക്ക് അല്ലല്ലോ ഉദ്ദേശിച്ചേ, ക്രീം ചെയ്ത് വെക്കായിരുന്നു. കുറച്ച് എരിവൊക്കെ വരാറില്ല. സ്പൈസി കേക്ക്. സ്പൈസി കേക്ക്. ഇവിടെ ഏറ്റവും നോക്കുന്നു അത് കണ്ടില്ലേ? എന്തൊക്കെ എഴുതി? വെള്ളം. വെള്ളം ഉണ്ടല്ലോ. വെള്ളം ടോപ്പ് സാധനം. അമ്മായി കേക്ക് ഉണ്ടാക്കും. അമ്മായി എന്തൊക്കെ കേക്ക് ഉണ്ടാക്കും. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം കുട്ടിയപ്പോ വട്ടായി പോയി. ഇതൊരു കേക്ക് ഉണ്ടാക്കാൻ കണ്ടിട്ടില്ല അല്ലേ? ബ്രോ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ബ്രോ, ഞാൻ എഴുതിയില്ലോ. ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണല്ലോ, അമ്മ ഉണ്ടാക്കിയിട്ട്. ബ്രോ നമ്മള് കേക്ക് ഉണ്ടാക്കിയ ബ്രോ? ഇല്ല, അത് വെറുതെ പറയുന്നതാണ് അവൻ. എന്റെ ടൈം കളയല്ല പ്ലീസ്, ഞാൻ ആലോചിക്കട്ടെ. എത്ര സമയം? പറഞ്ഞോ. മുന്തിരി ഉണ്ടോ? നോർമൽ കേക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മല്ലേ മുന്തിരി വെട്ട്. അപ്പൊ മറ്റേതെല്ലാം ഉണ്ടാവും. ശരിയാ. നെയ്യുണ്ടോ? നെയ്യ്, ഗീന്ന് ഗീ ഇല്ലെങ്കിൽ ബട്ടർ. ബട്ടറില്ല, ഗീ ഇല്ല. ബട്ടർ ഉണ്ട്. ബട്ടർ ഉണ്ട്. ഈസ്റ്റ്.
ഈസ്റ്റാ ഈസ്റ്റ് ഉണ്ട്. അതെന്തിനാ ഈസ്റ്റ്? ഈസ്റ്റ് എന്താ അറിയില്ല അല്ലേ? ആ ഈസ്റ്റ് മറ്റേ പൊടിയല്ല മറ്റേ അപ്പത്തിന് ഇറങ്ങുന്ന സാധനല്ലേ? പുളിക്കാനാ ആ ഇല്ല ഈസ്റ്റൊന്നുമില്ല. ബ്രോ അത് വിട്. പ്ലം കേക്കിലല്ലേ ഇവിടെ അതിലുള്ളതാണ് ഇതിലുണ്ടാവാൻ പാടുള്ളൂ എന്നാണ് ആദ്യം മുതലേ പറഞ്ഞത്. ചോദിച്ചു ഇത് പ്ലം കേക്ക് അല്ലേ, നോർമൽ കേക്ക്. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ അല്ലാതെ അങ്ങനെ സാധനം ഉണ്ടായില്ലേ? ആ വിട്ട്. ഷുഗർ, ആ ണ്ട് ഭാഗ്യ കാഷ്യൂ വൈറ്റ് ഫ്ലോർ, അരിപ്പൊടി, ഫ്ലവർ അല്ലേ ബട്ടർ. ബട്ടർ ഉണ്ട്. അപ്പൊ എത്ര? 1 2 3 എത്ര തിരിച്ചു? 1 2 3 4 5. അപ്പൊ മൈനസ് ചെയ്ത് അല്ലാതെ സീറോ ആണ്. അങ്ങനല്ല വരട്ടിട്ടില്ലേ? വരട്ടിട്ട് ഒരു വരട്ടിട്ട് എഴുതി, അല്ലെങ്കിൽ മറ്റേ ഹൈപ്പടാ വിചാരിക്കും. ഇത് -1 അല്ലേ? ഓക്കെ, ഇനി ഞാൻ എഴുതി നോക്കാം. നെയ്യ് ഇല്ലല്ലോ? ഇല്ല. മൈദ ഉണ്ടോ? മൈദിയാ വെട്ട് പോനെ. ഇല്ല. എഗ് ഉണ്ട്. ബേക്കിംഗ് സോഡ, മറ്റേ സോഡാപ്പൊടി, പൗഡർ ഇല്ലെങ്കിൽ പിന്നെ ബേക്കിംഗ്. സാൾട്ട്. അപ്പൊ എത്ര? 1 2 ശരിയായി. അപ്പൊ -1. -1. കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ കേക്ക് ഉണ്ടാക്കണ പൗഡർ വിട്ടോ. അല്ലേ? ഈ കൊക്ക എങ്ങനെ കൊക്കോ പൗഡർ മറ്റേ സാധനോ? എന്നാ പിന്നെ മിൽക്കും ഷുഗറും. ഇത് ചായ ഉണ്ടാക്കാൻ പോണ ഷുഗർ ഉണ്ടോ? നമ്മളും കൂടി കാണണ്ടേ? ആകെ 2 എഴുതിട്ടുള്ളൂ. 3 എഴുതിയുള്ളൂ. ബ്രോ നിങ്ങളെ പോലെ മൈനസ് മേടിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാന് 3 എഴുതിയാലും ഒരു പോയിന്റ് കിട്ടി. നിങ്ങൾക്ക് എത്രയാ? -2 -1. ഇന്റലിജന്റ്. പേടിച്ച്. ആ ഗായ്സ്, അപ്പൊ നമ്മുടെ 3 ഫുഡ് ഐറ്റം കേട്ടിട്ട് ഇനി നമ്മൾ 4ാമത്തെ ഗായ്സ്. 4ാമത്തെ അടുത്തതാണ് എഗ് പപ്സ്. ഗൈസ്, എഗ് പപ്സ് ആണ്. എന്നും കഴിക്കാറുള്ള സാധനം. കൊമ്പ ഒന്ന് കാണിച്ചു തരോടാ. കൊമ്പ കൊറേ ഉണ്ടല്ലോ. എന്റെ മതി, അത്യാവശ്യത്തിൽ അധികം ഇതില്ല. ഇത് കൊമ്പന് ഈ നമ്മൾ കൂടുതൽ 3 പേരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൊമ്പന് കിട്ടില്ലെങ്കിൽ കൊമ്പൻ വെറും മൊണ്ണയാണെന്ന് നമ്മൾ പറയുന്നത്. സോറി, കൊമ്പൻ വെറും മണ്ടനാണ് നമ്മൾ. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ പപ്സ്, മുട്ട പപ്സ് തിന്നുന്നത് നമ്മൾ കഴിക്കുമ്പോ നീ കഴിക്കുന്നുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട്. എടാ, ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നീയാണോ എന്നെ കാട്ടി? അല്ല, അതെ, എന്നെ കാട്ടി കൂടുതൽ നമ്മളെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊമ്പൻ തന്നെ ഫസ്റ്റ് വായിക്കിട്ടാ. എഗ് ഉണ്ടോ? മൈദ, സവാള, ചില്ലി പൗഡർ, ചില്ലി, സാൾട്ട് ഉണ്ട്. കടുക്. ഇല്ല. കടുക മറ്റേ മസാല ഉണ്ടാക്കുമ്പോ കടുക് ഉണ്ടാവില്ല. കടുകില്ല. മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഉണ്ടോ? കൊറിയാണ്ടർ പൗഡർ, മഞ്ഞപ്പൊടി, ഓയില്, വാട്ടർ. പിന്നെ മുട്ട പൊടിക്കണം. നീ എന്താ വാട്ടർ കഴിക്കാൻ പറ്റുമോ? അത് ഇൻഗ്രീഡിയൻസ് അല്ലേ? അത് ഇൻഗ്രീഡിയന്റ് അല്ലേ? ഓയിൽ വലിയ സാധനം. ഇൻഗ്രീഡിയൻസ് ആണ് ചോദിക്കുന്നത്. മുട്ട പുഴുങ്ങാനുള്ള ഇൻഗ്രീഡിയൻസ്. വെള്ളം ഇല്ലെങ്കിൽ മുട്ട എങ്ങനെ പുഴുങ്ങി അതിനകത്ത് വെക്കും? എണ്ണയിലിട്ടല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിനകത്ത് ഇരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് വേറെ വാട്ടർ ലിസ്റ്റിലുണ്ടോ? ആ, വെട്ട്. തീർന്നില്ല. അതാണ് ഞാനും പറഞ്ഞത്. വിട്ടാ ശരി. 8 2 അപ്പൊ 6 മാർക്ക്. എന്റെ എഗ്, മൈദ, സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയില്. 6 7 8 8 പോയിന്റ്. നിനക്ക് 8 നീ 2 തെറ്റിച്ചോണ്ട് നിനക്ക് 6 ആയതാ. മൈദ, മുട്ട, സവാള, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല. ഗരം മസാല ഉണ്ട്. ഉണ്ട്. സവാള, ഉപ്പ്. 2 സവാള. ചെറുള്ളി. അത് ചെറുള്ളി എഴുതിട്ടാ. അപ്പൊ മൈനസ് ആണ്. 7 6. അടുത്തത് ക്രീം ബൺ. ക്രീം ബണ്ണോ? 3 2 1 സ്റ്റാർട്ട്. ഒരു ഇൻഗ്രീഡിയന്റ് അല്ല, ക്രീം ബണ്ണത് എന്താ ഉള്ളേ? ക്രീമും ബണ്ണോ? ക്രീം ബണ്ണ് ശരി 2 ഇൻഗ്രീഡിയന്റ്. ക്രീമും ബണ്ണും അതല്ലേ? ആവശ്യമില്ലാത്ത എഴുതിട്ട് വെറുതെ അറിയാമോ? ഓയിൽ എഴുതിക്കോ, അതിന്റെ മെയിൻ സാധനല്ലേ. 3 എഴുതിയുള്ളൂ: ക്രീം, എഗ്, സാൾട്ട്. ക്രീമില്ല. ക്രീമൊക്കെ എങ്ങനെ ഉണ്ടാക്കണേന്ന് ക്രീം ഉണ്ടാക്കുന്ന സാധനങ്ങളാ വിട്ട്. എഗ്, സാൾട്ട്. അപ്പൊ ഒരു പോയിന്റ്. ബണ്ണ്. പറ്റിക്കോ. ഞാൻ പറയാം. ഗീ. അത് വെട്ട്, മണ്ണ് വെട്ട്. ബണ്ണ് ഉണ്ടാക്കാനുള്ള സാധനം ഞാൻ അത് അറിയാലോ. മണ്ണ് എഴുതി കോമിട്ടായിരുന്നു. വെട്ട്. അല്ല, പറയണേക്ക് ഇവിടെ ലിസ്റ്റിൽ ബണ്ണുണ്ടോ? ആ, വെട്ട്. ഇത് വെട്ടാ. ക്രീമില്ല. ക്രീം വെട്ടി. ഷുഗർ ഉണ്ടോ? ഷുഗർ 1 ശരി. മൈദ. ബെഡ്. ആ, വെട്ട്. ഭാഗ്യ ഞാൻ മൈദ എഴുതാൻ നിൽക്കരുതാ. ആ, ഗീ ഉണ്ടോ? ആ,
അപ്പൊ എത്ര നിക്കുന്നത് ഒരെണ്ണം ശരിയായില്ലേ ഒരെണ്ണത്തില് എത്ര വെട്ടി 1 2 3 4 -3 ബ്രോ മിൽക്ക് മിൽക്ക് ഉണ്ടോ ആ ഷുഗർ ഓയില് ഓയിൽ എന്തിനാ ഓയില് മറ്റേ ബണ്ണ് പൊരിച്ചെടുക്കണ്ടേ പൊരിച്ചെടുക്കല ബേക്ക് ചെയ്തെടുക്കലേ എന്താടാ ഇത് മുട്ട വെച്ചല്ല വല്ലപ്പോഴും വീട്ടിലമ്മ എന്തെങ്കിലും കുക്കി നോക്കിയിരിക്കണം പിന്നെ വീട്ടിൽ അമ്മ ക്രീം ഉണ്ടാക്കുക പപ്പടം നേരത്തെ ചുട്ട് പുള്ളി അരിപ്പൊടി ഉണ്ടോ അരിപ്പൊടി ഇല്ല ഫ്ലവർ അരിപ്പടിയില്ലേ മറ്റേ ഫ്ലവർ വൈറ്റ് ഫ്ലോർ കോൺഫ്ലവർ ഉണ്ടോ ഇല്ല ഇല്ലേ ഉറപ്പാണോ ഇല്ലാന്ന് പറഞ്ഞാൽ വെട്ടില്ലാണ് വേറെ ഇനി ഉറപ്പ് കോടതി ഒന്നും വരില്ല സാൾട്ട് ഇല്ല സൗണ്ട് പിന്നെ സാൾട്ട് ഇല്ലാതെ 1 2 3 4 ഇന്നത്തെ 1 2 പോയി അപ്പൊ 2 ഓക്കെ ഗായ്സ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഫുഡ് ഐറ്റം കിടക്കാം ഗായ്സ് ഹാംബർഗർ 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 അതെന്താ ഹാംബർഗർ ഹാംബർഗർ എന്താ ഹാമർ കഴിച്ചിട്ടില്ലേ ഇല്ല സാധനം ഹാമറല്ല അത് വെച്ചാ അത് ബണ്ണില്ലേ ബർഗറിന്റെ ഫുൾ ഫോം ആണ് ഹാംബർഗർ അല്ല അത് എന്ത് ബർഗറാ അത് ഉള്ളിൽ ചിക്കനാ ബീഫോ ആണെന്ത് ആണെന്നുള്ളു സാധാ ബർഗറുടെ സാധാ ബർഗർ കഴിച്ചില്ല നമ്മളൊന്ന് ഉപയോഗിച്ച് ഹാമറിന് അടിച്ചടിച്ച് ചമ്മന്തി ആക്കിയിട്ട് ബർഗറിൽ എന്തുണ്ടാവുക ബണ്ണുണ്ടാക്കേണ്ടത് അയാൾ മണ്ണുണ്ടാക്കണ ഇതന്നെ ബണ്ണുണ്ടാക്കുന്നത് മറ്റേ സാധനത്തിന്റെ പേരെന്തെന്നു അതെനിക്ക് മനസ്സിലാത്ത ആ സാധനം എന്താ പറഞ്ഞാൽ മതിയോ നമ്മളിത് മേടിക്കാൻ പോണല്ലോ ഉണ്ടാക്കാൻ നേരത്തെ എടാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാർക്ക് കുറയ്ക്കരുത് കേട്ടോ ഇപ്പോഴേ പറഞ്ഞേക്കാം ഇതെന്താ 2 തന്നെ പോയി ഇല്ലില്ല സവാള സവാള ഉണ്ടോ ഉണ്ട് ശരി സവാള ബട്ടർ ഉണ്ടോ സാൾട്ട് ഓയില് ഏതോ ഓയിലെന്താ ഓയിലിന്റെ ബർഗർ ഒന്ന് ഈസ്റ്റ് ഉണ്ട് 1 2 3 4 5 5 1 2 3 4 1 മൈനസ് അപ്പം 3 ടൊമാറ്റോ ഈസ്റ്റ് എഗ് സാൾട്ട് എഗ് എന്തിനാ അരിപ്പൊടി എഗ് ഉണ്ടേ അരിപ്പൊടി എഗ് ഞാൻ വെട്ടി കളഞ്ഞേ അരിപ്പൊടി ഇല്ലേ ഫ്ലവർ അല്ലേ ആണ്ട് ലച്ചൂസ് അങ്ങനെ അതിന്റെ പേര് മറ്റേ കളർ സാധനം സ്പെല്ലിംഗ് തെറ്റിയ കുഴപ്പമില്ല ക്യാപ്സിക്കം ഓക്കെ 1 2 3 4 5 6 7 സാൾട്ട് ഇല്ല ചുമ്മാ ശരവളെ അങ്ങനെ ശരവള ഫ്ലോർ ഫ്ലവർ അല്ല ഫ്ലോർ മറ്റേ താഴെയാണോ ഫ്ലോർ പിന്നെ ബട്ടർ ഇല്ല ടൊമാറ്റോ ചില്ലി പൗഡർ ഇല്ല ചില്ലി മുളക് പൊടിയാ മറ്റേ കട്ട്ലേറ്റ് ഉണ്ടാക്കില്ലേ അത് കട്ട്ലേറ്റ് ഇല്ലാത്ത സാധനല്ലേ വെട്ടിയോ ക്യാപ്സിക്കം ഉണ്ട് ഓയിലുണ്ട് ക്യാപ്സിക്കം ഉണ്ട് ക്യാപ്സിക്കം ഓയിലും ഓയിലില്ല വെട്ടിയോ ഓയിലില്ല ഓയിലൂടെ വെട്ടി 6 2 4 ഓക്കെ ഗായ്സ് അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ഫുഡ് ഐറ്റം നോക്കാം മാങ്ങച്ചാർ മാംഗോ പിക്കിൾ മാവ് നടാനുള്ള സാധനങ്ങൾ കിട്ടൂട്ടാ മാവ് വേര് കൊമ്പ് അതുപോലെ എഴുതിയുണ്ടല്ലോ കൗടങ്ങ് ചാണകം അത് കിട്ടാ മാങ്ങച്ചാറ് കുറെ ഉണ്ട് ഐറ്റംസ് ആക്ച്വലി പക്ഷെ കിട്ടണേ. ഓക്കെ ഗായ്സ് കഴിഞ്ഞില്ല, സമയമില്ല. ഇല്ല നിന്റെ അവിടെ എല്ലാ സാധനങ്ങളും എക്സ്ട്രാ എപ്പോഴും കൊക്കോ പൗഡർ ഒക്കെ ഉണ്ടാ ഒരു ടേസ്റ്റിന്. എടാ ആകെ കുറച്ച് സാധനം ഉണ്ടാകും. എനിക്ക് അതിന്റെ പേര് കിട്ടിയില്ലേ. പോട്ടെ സീനില്ല. ബട്ടർ 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 എഴുതിയ നീ തന്നെ മാങ്കോ ഇല്ല. മാങ്കോ ഇല്ലെന്നാ. കത്തി ഈസ്റ്റ് ഈസ്റ്റാ എന്തെങ്കിലും എഴുതി മാറിപ്പോയതാണല്ലേ. അതല്ല ഈസ്റ്റ് മാറിപ്പോയത്. കടുക് കടുകുണ്ട് ഉണ്ടല്ലേ.
ഓയിലുണ്ട് പിക്കിൾ പൗഡർ അച്ചാർ പൊടി മാങ്ങാച്ചാറിൽ പിന്നെ അച്ചാർ പൊടി ഇല്ലേ? അല്ല അതൊക്കെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ചേർക്കണം. അങ്ങനെ കുറച്ച് മാങ്ങ അല്ല പിക്കിൾ പൗഡർ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് പിക്കിൾ പൗഡർ കുറച്ച് മാങ്ങിട്ടാ പോരെ. പിക്കിൾ പൗഡർ എന്ന് പറയുമ്പോഴില്ലേ അതതിന് റെഡിമെയ്ഡ് സാധനം, റെഡിമെയ്ഡ് ആണ്. റെഡിമെയ്ഡ് അത്. എല്ലാം വരും. ആണോ? ഇങ്ങനെ മുളക് അയ്യോ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ പൊടി വാങ്ങും. പോട്ടെ വെട്ടിക്കാം. പിക്കിൾ പൗഡർ ഇല്ല മഞ്ഞൾപ്പൊടി ഉണ്ടോ? മഞ്ഞപ്പൊടി ഉണ്ട്, ഇല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. മഞ്ഞപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, സാൾട്ട്, ഇല്ല ഉണ്ട്. ചില്ലി പൗഡർ ഇല്ലേ? ആ ഇല്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ കായം കായോ അതിന്റെ മലയാളം എന്താ? കായത്തിന് ഇംഗ്ലീഷ് തരുന്നത് കായുണ്ട്. കായൊക്കെ ഇടുവോ? അത് മറ്റേന് ഇല്ല വേണ്ടിട്ട് കായ ഇടും ഇതിനകത്തിടും. എനിക്ക് കിട്ടാത്തത് എന്താ പറയാമോ, മറ്റൊരു വെള്ളം ഒഴിക്കൂല എന്തോ ഒരു കായുണ്ട്. ചൊറുക്കാന്ന് വെച്ചാ എന്താ? ചൊറുക്കല്ല സുറുക്ക സ്കോർ ചെയ്ത്. ഓക്കെ ഞാൻ വായിക്കാം. മാങ്ങ, മുളക് പൊടി, ഉപ്പ്, ഓയില്, കടുക്, സുറുക്ക. എല്ലാം ശരിയല്ലേ? 6. ഓക്കെ. മാങ്ങ, മുളക് പൊടി, ചൊറുക്ക, കടുക്, ഉപ്പ്, ഓയിൽ 1 2 3 4 5 6. കത്തിച്ച് എല്ലാരും 6 കേട്ടോ. 3 പേർക്കും 6 പോയി. 8 2 മൈനസാ. അത് കൂടുതൽ ബുദ്ധിമാനാവാൻ നോക്കി. ഈസ്റ്റൊക്കെ എന്താ പറയാ, അച്ചാറിന് വിരിയിക്കാൻ നോക്കിയാവല. ഓക്കെ കാശ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അടുത്ത് സാമ്പാറാ. മറക്കല്ലേ. ബട്ടർ ചെയ്തില്ല. സവാള എഴുതിയില്ല. സോളുണ്ട് ബ്രോ മിണ്ടല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. 30 സെക്കൻഡ്, എടാ അങ്ങനൊന്നും പറയല്ലേ. 20 സെക്കൻഡ്, ടെൻഷനല്ലേ 15 സെക്കൻഡ്, 10 5 2 1 കഴിഞ്ഞ. എഴുതിയിട്ടില്ല. പേന വെച്ചോളൂ. പക്ഷെ അതും കൂടി എഴുതാൻ. വെട്ടിക്കളഞ്ഞേ. ഇത് വെട്ടിയതാണോ? അല്ലല്ലോ ഓക്കെ വെട്ടിയതല്ലോ. ആ ശരി. വായിച്ചോ കൊമ്പൻ തന്നെ വായിച്ചോ. ഇതെന്തത്? കായൊക്കെ ഉണ്ടേ. കായില്ല. എന്നാ പിന്നെ ഞാൻ തല മുട്ട അടിക്കാൻ പോവാ. കായം ഇല്ലെന്നുണ്ടെങ്കിൽ കായ സാമ്പാറിനകത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ട അടിക്കും. കായുണ്ട്. മുളക് പൊടി ഇല്ല. ഉണ്ട്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ. കൊറിയാണ്ടർ പൗഡർ ഇല്ല. വെട്ടിക്കോ. വെട്ടിക്കും. ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ വെട്ടേണ്ടി വരുള്ളൂ. അതങ്ങനെയാണ്. നോക്കോട്ടാ. ഉണ്ട്. അത് ലീവ്സാ. വെട്ടി. മഞ്ഞൾപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഇല്ല. ക്രൂ അറിയണ പോലെ എല്ലാം ക്രൂ ആണ് കാശ് തീരുമാനിക്കുന്നത്. നമ്മളൊന്നല്ലേ, നമുക്കൊന്നും അറിയില്ലേ. ആ കണ്ടോ, മഞ്ഞൾപ്പൊടി, ഉണ്ട്. സവാള, തക്കാളി, തക്കാളി ഉണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കടുക്, മുരിങ്ങയ്ക്ക, കരിയാപ്പില, ഓയില്. കറിവേപ്പില ഉണ്ടോ? കറിവേപ്പില ഇല്ലാതെ പിന്നെ ഉണ്ടല്ലേ. പിന്നെ ഓയില് ഓയിലില്ലാതെ ഇരിക്കുവോ ബ്രോ? ഈ കരിയാപ്പിലയും കടുകും ഒക്കെ ഇട്ട് ഓയിലുണ്ടോ? ലിസ്റ്റിൽ ഓയിൽ ഉണ്ടെങ്കിൽ മാർക്ക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതങ്ങനെയാണല്ലോ. നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ. പുളിവെള്ളം. പുളിന്റെ ഇംഗ്ലീഷ് എന്താ? പുളിവെള്ളം ചാട് ചെയ്യും. പുളിന്റെ ഇംഗ്ലീഷ് എന്താ? മറ്റേതാ എന്തായിരുന്നു? ജിഞ്ചറോ? കുത്തുവെച്ചതാണല്ലോ. പുളിയുടെ അറിയില്ലേ? ഉണ്ടോ? ഉണ്ട്. സാൾട്ട് ഇല്ല. സാൾട്ട് ഇല്ല. പിന്നെ 14 പൊളിച്ച്. ഓക്കെ. മുരിങ്ങക്കായ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ, മല്ലിയില. കുമ്പളങ്ങ ഉണ്ടോ ബ്രോ? സാമ്പാറിൽ കുമ്പളങ്ങ ഇല്ലാന്നാ? മല്ലിയിലല്ലേ? ആ ഉപ്പ്, മുളക് പൊടി, കായം, കടുക്, മത്തങ്ങ. ഇവിടെ വെക്കുന്ന സാമ്പാറിൽ എല്ലാ ചുണ്ണാപ്പികളും ഉണ്ടല്ലോ. 6 ടൊമാറ്റോ, മുരിങ്ങക്കായ, കടുക്, പൊട്ടാറ്റോ, ക്യാരറ്റ്, സാൾട്ട്, വാട്ടർ, ഓയില്. സാമ്പാറിൽ കിണ്ടി എല്ലാത്തിനും അങ്ങനെയാണെങ്കിൽ ബ്രോ മത്തനെ എല്ലാത്തിനും മാർക്ക് തരണം. വാട്ടർ
ഓയില്, മുളക് പൊടി, മഞ്ഞപ്പൊടി, പരിപ്പ്, പരിപ്പാ ആ പരിപ്പുണ്ട് വെണ്ടക്കായ, സവാള. സവാള ഇയാൾ ഒന്ന് എഴുതിയോ നോക്കട്ടെ കേട്ടോ. എഴുതിട്ടുണ്ട്. സവാള 2 വട്ടൊക്കെ എഴുതി നേരത്തെ. 1 2 3 4 5 6 7 8 9 10 11 12. 11. ഗൈസ് അപ്പൊ നമ്മുടെ ഒരു ചാലഞ്ചിൽ ലാസ്റ്റത്തെ റൗണ്ട് ആണ് ഗൈസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റത്തെ ഫുഡ് ഐറ്റം നല്ലതായാൽ മതി. Roasted chicken. എനിക്ക് അറിയാൻ ബ്രോസ്റ്റഡ് ചിക്കനോ? 3, 2, 1, start. പെടക്കുഴി ഒന്ന് പോവാ. ചിക്കന്, ഉപ്പ്, ഓയില്, മൈദ. മൈദ ഉണ്ടോ? മൈദയില്ല. മൈദ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ സോഡക്ക് ഇതിനാ മൈദയാണ് ബ്രോ. മൈദല്ല. ലിസ്റ്റിൽ മൈദ ഉണ്ടോ? ഇതല്ല. ഇല്ല. ബ്രോസ്റ്റഡ് ചിക്കൻ ബേക്കിംഗ് സോഡ ഉണ്ടോ? സീക്രട്ട് റെസിപ്പിയാണ്. ബേക്കിംഗ് സോഡ അങ്ങനെ എന്തോ കേട്ടോ? സോഡ. ഇല്ലല്ലേ. ഇല്ല. എഗ്ഗോ എഗ് ഉണ്ട്. 4 അപ്പൊ 2. ചിക്കൻ, ഓയിൽ, സാൾട്ട്, ചില്ലി 4 points. ചില്ലി വെച്ച മുളകല്ലേ? മുളക് പൊടിയല്ലേ ഉള്ളേ? 3 മതി. 3 മതി ഇല്ല. അളിയ 3 മതി അളിയ. ഇല്ല ഹംഗ ഓയില്, ഇല്ലല്ലോ ഓയിലില്ല. ചിക്കൻ, കോൺഫ്ലവർ. കോൺഫ്ലവർ പൗഡർ അല്ലേ? കോൺഫ്ലവർ എന്ന് വെച്ചാൽ പിന്നെ പൗഡർ അല്ല പിന്നെ എന്ത് തേങ്ങ? ഫ്ലവർ ആണ്. സാൾട്ട്, ചില്ലി പൗഡർ. ആ വെട്ടിക്കോ. മുളക് പൊടി ഇല്ലാന്നല്ലേ പറഞ്ഞു. മുളക് പൊടി ഉണ്ട്. ഇല്ല ഞാൻ എന്റെ മുളക് പൊടി ഇല്ലേ? ഇല്ല. പിന്നെ അത് ഓറഞ്ച് കളറിൽ എങ്ങനെ വരുന്നത്? അത് പെയിന്റ്. മഞ്ഞൾപ്പൊടി ഇല്ല. അത് വറക്കുമ്പോ വരണത്. മഞ്ഞൾപ്പൊടി ഒന്നും ഇല്ല. മഞ്ഞപ്പൊടിയൊക്കെ ഇല്ല. പിന്നെ മഞ്ഞ കളറിൽ എങ്ങനെ വരുന്നത്? അത് വറക്കുമ്പോ അത് വരണ പറയണേ. മഞ്ഞപ്പൊടി ഇല്ലാന്നാണ് പറഞ്ഞത്. വെട്ട് ഉറപ്പാണോ? മൈദ. ആ വെട്ടിക്കോ. മൈദയില്ല. എഗ് 1 2 3 4 5 5 3 ഇപ്പൊ 2. മാസ് കാണിക്കുന്ന 2 എനിക്ക് 2 ഉള്ളൂ. അപ്പൊ ഗൈസ് നമ്മുടെ ജെക്ടർ മൈമിന്റെ ടോട്ടൽ നമുക്ക് കൂട്ടാ നോക്കിയോ. കള കണക്കാ. ഫുള്ള് കണക്കാ. 35 3 38 എത്ര ഉള്ളോ? അതെ 38 എഴുതി കിട്ടും ബ്രോ. 38 16 1 17 17 24 24 6 30 36 42 42 2 44. DB കുക്കായിരുന്നല്ലേ? കൊക്ക്. അവിടെ എത്ര? 38. ആ ഭാഗ്യം സെക്കൻഡ് ലാസ്റ്റ് ആയില്ല. എന്റെ പൊന്നെ. 42 4 46 2 48. അല്ല പിന്നെ സ്വന്തം കോപ്പി അടിച്ച് എത്ര മാർക്ക് കിട്ടിയല്ലേ ഗായ്സ്. അപ്പൊ എന്തായാലും ജെക്ടറിന് 38 മാർക്ക്, എനിക്ക് ഗായ്സ് ഒക്കെ റാഷിക്കിന് 44 മാർക്ക്, എനിക്ക് കൊമ്പന് 48 മാർക്കിൽ ഇവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗായ്സ്. കൊമ്പൻ ഒരു തുടക്കത്തിൽ എന്തോ പറഞ്ഞായിരുന്നല്ലോ ബ്രോ. You are born to be chef, bro. ഇൻഗ്രീഡിയൻസ് എഴുതുന്ന കഴിവല്ല. അതെന്തിനാ അറിയോ? ഓരോന്ന് തെറ്റുമ്പോ ഉണ്ടല്ലോ മോളിന്ന് എടുത്ത് നോക്കി കായം മറ്റേ കൊക്കോ പൗഡർ ഒക്കെ സാമ്പാർ ഉണ്ടാക്കാൻ കൊക്കോ പൗഡർ എഴുതിയിട്ട് അവൻ 48 മാർക്ക് അവിടെ നേടിയിട്ടുണ്ട് ഗായ്സ്. അത് പ്രശംസിച്ചേ പറ്റുള്ളൂ ഗായ്സ്. കൊള്ളാം. ഓക്കെ ഗായ്സ്. അപ്പൊ 48 മാർക്ക്. ഓക്കെ ഗായ്സ്. അപ്പൊ നമ്മൾ 48 മാർക്ക് എടുത്ത് ഗായ്സ് ഒക്കെ കൊമ്പൻ ജയിച്ചിരിക്കുന്നു. വെൽഡൺ കൊമ്പൻ വെൽഡൺ. താങ്ക് യു. ഇനി ബൂട്ട് ക്യാമ്പിൽ ഫുഡ് നീ കഴിക്കാൻ മതി. ഓക്കെ ഗായ്സ്. അപ്പൊ എന്തായാലും ഗായ്സ് അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കിട്ടില്ല ചാനൽ നമ്മൾ വീണ്ടും വരുന്നത്. അതുവരെ ടാറ്റാ.